അപ്പോൾ ഇന്ന് കർക്കിടക ഒന്നാണ്. അപ്പോൾ കർക്കിടക ഒന്നായിട്ട് എന്താണ് വിശേഷം ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കഴിഞ്ഞ വർഷം മുതലാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, നമ്മുടെ കർക്കിടക ഒന്നാം തീയതി മുതൽ നമ്മൾ ഈ കുറ്റിപ്പൂ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ തിരി വയ്ക്കുന്ന അവിടെ വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളത് നന്നായിട്ട് ഇങ്ങനെ വേരോടെ വലിച്ച് അതിനെ നന്നായിട്ട് ഇങ്ങനെ കുത്തിപ്പിഴിഞ്ഞ് നമ്മുടെ നെറ്റിയിലിടുന്നത് നല്ലതാണ്. നമ്മൾ ചന്ദനം പോലെ അല്ല ഇടേണ്ടത്. ശരിക്കും ആ രണ്ട് പുരികത്തിൻ്റെ സെൻറ്ററിൽ തന്നെയായിട്ട് അത് ഇടണത്രേ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ മാസം നമുക്ക് അതായത് നല്ലതുമാണ്. പിന്നെ ഇങ്ങനെ അസുഖങ്ങൾക്കും ഇതിനൊക്കെ അതായത് ഈ കുറ്റിപ്പൂവിൻ്റെ ശക്തി കാരണം അതിനൊക്കെ ഒരു കൺട്രോൾ ഉണ്ടാവുന്നൊക്കെ ആണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വർഷം മുതൽ അറിഞ്ഞു. അപ്പോൾ അത് ഇപ്രാവശ്യം കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രം. കർക്കിടക മാസം ഫുള്ള് ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിലൊക്കെ കുറ്റി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പരമാവധി പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാനത് ചെയ്യും. അമ്മും ചെയ്യും. അമ്മ രാവിലെ എണീറ്റ് പോയി കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് അവൾ ഈ മാസം കഴിഞ്ഞ് അവളെ കൊണ്ട് പറഞ്ഞപ്പോൾ അവളത് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവളത് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അവൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അറിഞ്ഞത് നമുക്ക് കുട്ടികളെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ മാത്രം. കൂടുതലായിട്ട് നമുക്കിപ്പോൾ രാമായണം വായിക്കാം, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ചെറിയ കാര്യങ്ങൾ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളറായിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ കളറായിട്ട് കിട്ടും. അതിന് ജസ്റ്റ് ആ സെൻറ്ററിൽ ഇടുക. അപ്പോൾ കർക്കിടക മാസത്തിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളെന്ന് പറയൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കർക്കിടക മാസത്തെ വിശേഷങ്ങൾ. പിന്നെ ചിക്കൻ കഴിക്കാത്ത ആൾക്കാരുണ്ട്, മീൻ കഴിക്കാത്ത ആൾക്കാരുണ്ട് കർക്കിടക മാസത്തിൽ. പക്ഷേ നമ്മൾ കർക്കിടക മാസമാണെങ്കിൽ നമ്മളത് കഴിക്കുകയൊക്കെ ചെയ്യും. കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടില്ല. പറ്റുവാണെങ്കിൽ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ, എന്തായാലും നമുക്കത് ചെയ്താൽ അത്രയും നല്ലതാണെന്നൊക്കെയാണ് പറയുന്നതല്ലോ. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഗൈസ്. ഞാൻ എന്തായാലും ഈവനിങ് വേറൊരു വിശേഷമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. കുട്ടികൾക്ക് സ്കൂളിൽ പോയിരിക്കണം. ഞാനിതാ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുറ്റിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ടാറ്റാ ഗൈസ്, അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം.